ഹലോ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇന്ന് ഇരുമ്പുരുക്ക് ശാലകളെ കുറിച്ചിട്ടാണ് കേട്ടോ പഠിക്കുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. ടിസ്കോയാണ് കേട്ടോ, ഫസ്റ്റ് തന്നെ ടിസ്കോയാണ്. ടിസ്കോനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ. ടിസ്കോ എവിടെയുള്ളത്? അത് ജംഷഡ്പൂരാണ് കേട്ടോ. ജംഷഡ്പൂർ ജാർഖണ്ഡിലാണ് ഉള്ളത്. അടുത്തതാണ് നമ്മുടെ ഇസ്കോ. ഇസ്കോയാണെന്നുണ്ടെങ്കിലോ കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ എന്നിവിടങ്ങളിലാണ്. ഇത് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇസ്കോ. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇസ്കോ. ഈ പശ്ചിമ ബംഗാളിലാണ് ഇതെല്ലാം ഉള്ളത് കേട്ടോ. കുൾട്ടി, ബാരൺപൂർ, ഹിരാപൂരൊക്കെ പശ്ചിമ ബംഗാളിലാണ്. അടുത്തതാണ് നമ്മുടെ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ. വിശ്വേശ്വരയ്യ ഉള്ളത് ഭദ്രാവതിയിലാണ് കേട്ടോ. ഭദ്രാവതി കർണാടകയിലാണ്. ഭദ്രാവതി കർണാടക. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാലയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാലയാണ് ഈ വിശ്വേശ്വരയ്യ കേട്ടോ. അടുത്തതാണ് നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഭിലായ്. ഭിലായ് 1959 വന്ന്. ഭിലായും റൂർക്കേലയും 59 വന്നത്. ഭിലായി ഛത്തീസ്ഗഡ് റഷ്യയാണ് കേട്ടോ. ഭിലായി ഛത്തീസ്ഗഡ് റഷ്യയും. 59 തന്നെ വന്ന റൂർക്കേല ഒഡീഷ ജർമ്മനിയാണ് കേട്ടോ. ഒഡീഷയിൽ എവിടെ എടുത്ത് ചോദിച്ചാൽ സുന്ദർഗഡ് ആണ് കേട്ടോ. റൂർക്കേല സുന്ദർഗഡ് ജർമ്മനിയിലാണ്. ഒഡീഷ ജർമ്മനി. ദുർഗാപൂര് വന്നത് 62 ദുർഗാപൂര് 62 ദുർഗാപൂര് പശ്ചിമ ബംഗാൾ UK കേട്ടോ. ദുർഗാപൂര് പശ്ചിമ ബംഗാൾ UK. ബൊക്കാറോ 64 ബൊക്കാറോ വന്നത്. അത് ജാർഖണ്ഡ് റഷ്യയാണ് കേട്ടോ. ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യയാണ്. എല്ലാം ഒന്നുകൂടി പറയാമേ. ഭിലായ് വന്നത് ഭിലായും റൂർക്കേലയും 59 ഭിലായ് ഛത്തീസ്ഗഡ് റഷ്യ, റൂർക്കേല ഒഡീഷ ജർമ്മനി. 62 ദുർഗാപൂര് പശ്ചിമ ബംഗാൾ UK, ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ. ഇപ്പൊ നമ്മൾ റഷ്യ ഇല്ലെങ്കിൽ UK അങ്ങനെയൊക്കെ പറഞ്ഞത് ആ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് ആരംഭിച്ചതാണ് കേട്ടോ.